നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ്. വലമുറുക്കി പോലീസ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനുള്ള കുരുക്ക് കൂടുതൽ മുറുകുന്നതിനിടെ നാദിർഷയുടെ സഹോദരൻ സമദിനെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. കൊട്ടേഷന് പിന്നിലെ ഗൂഢാലോചനയിൽ നാദിർഷയ്ക്കും പങ്കുണ്ടെന്ന നിഗമനത്തിൽ സഹോദരനിൽ നിന്ന് മൊഴിയെടുക്കുന്നത് ആലുവ പോലീസ് ക്ലബ്ബിൽ. അതേസമയം കേസിൽ കൂടുതൽ അറസ്റ്റിന് സൂചന നൽകി പോലീസ്. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കവേ ദിലീപിനെതിരെ കുറ്റപത്രത്തിന് ഒരുക്കം. അന്വേഷണ സംഘത്തിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയുള്ള പുതിയ നീക്കം നടന് ജാമ്യം ലഭിക്കുന്നത് തടയാനെന്ന് സൂചന. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ കുറ്റപത്ര സമർപ്പണത്തിന് സാധ്യതയെന്നും റിപ്പോർട്ട്. കേസിൽ ദിലീപിനെതിരെ ചുമത്തുന്നത് ബലാത്സംഗം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ. അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം അപ്പുണ്ണി പോലീസിനു മുമ്പാകെ ഹാജരാവുകയും മുഖ്യ തൊണ്ടി മുതലായ മൊബൈൽ ഫോൺ നശിപ്പിച്ചതായി മൊഴി ലഭിക്കുകയും ചെയ്തതോടെ ജാമ്യസാധ്യത മുന്നിൽ കണ്ട് ജാമ്യാപേക്ഷ അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്ന് അഭിഭാഷകൻ ബി രാമൻപിള്ള. സമാധാനത്തിന് ധാരണ. കണ്ണൂരിൽ CPM BJP സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഉഭയകക്ഷി യോഗത്തിൽ ധാരണ. അക്രമങ്ങൾ വ്യാപകമായ പ്രദേശങ്ങളിൽ പ്രത്യേക യോഗങ്ങൾ ചേരാൻ തീരുമാനം. ചർച്ച സൗഹാർദ്ദപരമെന്നും സമാധാന സന്ദേശം അണികളിലേക്ക് എത്തിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അതേസമയം തലസ്ഥാനത്തെ RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ CPMനെ പ്രതിസ്ഥാനത്ത് നിർത്തി പ്രചാരണം നടത്താൻ നീക്കവുമായി സംഘപരിവാർ. വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചത് ഇതിനു മുന്നോടിയായെന്ന് വിലയിരുത്തൽ. പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ നാളത്തെ കേരള സന്ദർശനം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയെന്നും ആക്ഷേപം. സംഘപരിവാർ ശുദ്ധീകരണത്തിനും സംഘർഷങ്ങൾ സംബന്ധിച്ച വിലയിരുത്തലിനുമായി RSS മേധാവി മോഹൻ ഭാഗവതും ഈ മാസം തന്നെ കേരളത്തിലേക്ക്. സംഘപരിവാറുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന യെച്ചൂരിയുടെ പ്രസ്താവനയിൽ RSS മൗനം പാലിക്കുന്നത് തലസ്ഥാനത്തെ സംഘർഷത്തിൽ CPMനെ പ്രതിക്കൂട്ടിൽ നിർത്തി പരമാവധി മുതലെടുപ്പ് നടത്താനെന്ന് വ്യക്തം. വിജയം ഉറപ്പിച്ച് വെങ്കയ്യ. ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയെ ഔദ്യോഗികമായി ഇന്നറിയാം. ഹാമിദ് അൻസാരിക്ക് പിൻഗാമിയായി വെങ്കയ്യ നായിഡു എത്തുമെന്ന് ഉറപ്പെങ്കിലും പ്രതിപക്ഷ ശ്രമം മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ ഗോപാൽ കൃഷ്ണ ഗാന്ധിക്ക് മോശമല്ലാത്ത പിന്തുണ ഉറപ്പാക്കാൻ. രാത്രി 7-ന് നടക്കുന്ന ഫലപ്രഖ്യാപനത്തോടെ ഇന്ന് പാർലമെന്റ് സാക്ഷ്യം വഹിക്കുക 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു BJP നേതാവ് ഉപരാഷ്ട്രപതിയാകുന്നതിന്. വോട്ടെടുപ്പ് പാർലമെന്റിന്റെ 63-ാം നമ്പർ മുറിയിൽ പുരോഗമിക്കുന്നു. വൈകിട്ട് 5-ന് വോട്ടെടുപ്പ് പൂർത്തിയായാലുടൻ വോട്ടെണ്ണൽ തുടങ്ങും. വോട്ടവകാശമുള്ള 786 MPമാരിൽ വെങ്കയ്യ ഉറപ്പാക്കിയത് 484 പേരുടെ വോട്ട്. രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതി പദത്തിൽ എത്തിച്ചതിന് പിന്നാലെ സ്വന്തം പാളയത്തിലെ ഒരാളെ ഉപരാഷ്ട്രപതി പദത്തിലേക്ക് എത്തിക്കാൻ ആവുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP. പിന്മാറി മിസോറാം. അന്യസംസ്ഥാന ലോട്ടറി വിഷയത്തിൽ കേരളം നിലപാട് കടുപ്പിച്ചതിനു പിന്നാലെ വിൽപ്പനയിൽ നിന്ന് പിന്മാറി മിസോറാം. നടപടി കേരള സർക്കാരിന്റെ പ്രതിഷേധം കണക്കിലെടുത്തെന്ന് മിസോറാം ധനമന്ത്രി ലാൽ സാവ്ത. വിശദീകരണം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ. വിൽപ്പനയിൽ നിന്ന് പിന്മാറിയ മിസോറാം സർക്കാരിനെ നന്ദി അറിയിക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. കേരളം പ്രതിഷേധിച്ചപ്പോൾ നിജസ്ഥിതി മനസ്സിലാക്കാൻ മിസോറാം തയ്യാറായി. പിന്മാറ്റം സംസ്ഥാനത്തിന്റെ വിജയമെന്നും ഇന്നത്തെ GST കൌൺസിൽ യോഗത്തിൽ മിസോറാം ധനമന്ത്രിയെ നേരിട്ട് കാണുമെന്നും തോമസ് ഐസക്. മിസോറാമിന്റെ അപ്രതീക്ഷിത പിന്മാറ്റം നിയമവിരുദ്ധമായി വിൽപ്പന നടത്തിയാൽ ലോട്ടറി ഡയറക്ടറെ ശിക്ഷിക്കുമെന്ന കേരളത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്നെന്ന് സൂചന. അശാന്തമായി താഴ്വര. ജമ്മുകശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. സോപ്പോറിൽ 3 ഭീകരരെ വധിച്ച് സുരക്ഷാസേന. തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നു എന്ന രഹസ്യവിവരത്തെ തുടർന്ന് അർദ്ധരാത്രി മുതൽ തിരച്ചിൽ ആരംഭിച്ച സൈന്യം ഭീകരരുമായി ഏറ്റുമുട്ടിയത് പുലർച്ചെ. ഒരു പോലീസുകാരന് പരിക്കേറ്റതായും റിപ്പോർട്ട്. തീവ്രവാദി ആക്രമണങ്ങളിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി. കശ്മീരിലേക്ക് പാകിസ്ഥാൻ തീവ്രവാദികളെ അയക്കുന്നത് വർദ്ധിച്ചെന്ന് ആരോപണം. അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചു. ഈ വർഷം ഇതുവരെ 285 വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.